ഞാൻ അനന്യ നേഗി. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഞാൻ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തെ പ്രതിനിധീകരിക്കുന്നു. ഇന്നിവിടെ ഈ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. ഈ പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം സങ്കല്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്ലാസ് മുറിക്ക് പുറത്തു നിൽക്കുന്ന ഒരു കുട്ടിയെ സങ്കല്പിക്കുക. അവന് പഠിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല അവൻ അവിടെ നിൽക്കുന്നത്, മറിച്ച് അവൻ അതിന് അർഹനല്ല എന്ന് സമൂഹം തീരുമാനിച്ചത് കൊണ്ടാണ്. ഇനി അതേ കുട്ടി വളർന്നു വലുതായി ലോകത്തിലെ ഏറ്റവും വലിയ അസംബ്ലിയുടെ ഭരണഘടന രൂപകൽപ്പന ചെയ്യുന്നത് സങ്കല്പിക്കുക. ആ കുട്ടി ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ബഹുമാനപ്പെട്ട ഗവർണർ സാർ, വിശിഷ്ട അതിഥികളെ, എൻ്റെ സഹപൗരന്മാരെ, ഏവർക്കും വന്ദനം. ഞാൻ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള, അതായത് ദേവഭൂമി എന്ന് വിളിക്കപ്പെടുന്ന നാട്ടിൽ നിന്നുള്ള അനന്യ നേഗി ഇവിടെ യുവജനകാര്യ മന്ത്രാലയത്തെ പ്രതിനിധീകരിക്കുന്നു. ഡോക്ടർ BR അംബേദ്കർ ഒരിക്കൽ പറഞ്ഞു, ഭരണഘടന എന്നത് വെറുമൊരു നിയമരേഖ മാത്രമല്ല, അത് ജീവിതത്തിന്റെ ഒരു വാഹനമാണ്. അതിന്റെ ആത്മാവ് കാലഘട്ടത്തിന്റെ ആത്മാവാണ്. നാം എല്ലാവരും അദ്ദേഹത്തെ ഓർക്കുന്നു. പക്ഷേ ഓർമ്മിക്കുന്നത് എളുപ്പമാണ്, മനസ്സിലാക്കുക എന്നത് പ്രയാസകരവും. കാരണം നമ്മൾ അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പൈതൃകത്തെ വെറും ഒരു ദിവസത്തിലേക്ക് മാത്രം നാം ഒതുക്കില്ലായിരുന്നു. അദ്ദേഹം നമുക്ക് ഭരണഘടന നൽകി, ജനാധിപത്യം നൽകി, മൗലിക അവകാശം നൽകി എന്ന് നാം അഭിമാനത്തോടെ പറയുന്നു. എന്നാൽ തനിക്ക് അന്തസ്സും വെള്ളവും വിദ്യാഭ്യാസവും നിഷേധിച്ച ആ വ്യവസ്ഥയ്ക്കെതിരെ അദ്ദേഹം പോരാടിയതും, എന്നിട്ടും ജനങ്ങൾ അന്തസ്സോടെ ജീവിക്കുന്ന ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്തതും നാം ഓർക്കുന്നുണ്ടോ? അദ്ദേഹം കേവലം ഭരണഘടന എഴുതുക മാത്രമല്ല ചെയ്തത്, മറിച്ച് സമത്വം എന്നത് വെറുമൊരു വാക്കല്ല, അതൊരു യാഥാർത്ഥ്യമാക്കുന്ന ഒരു രാഷ്ട്രത്തെയാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. എന്നിട്ടും ഇന്നും ജാതി, മതം, വർണ്ണം, ഭാഷ എന്നിവയുടെ പേരിൽ വിഭജനങ്ങൾ തുടരുന്നത് നാം സാക്ഷ്യം വഹിക്കുന്നു. നഷ്ടപ്പെട്ടേക്കാവുന്നതിനെക്കുറിച്ചുള്ള ഭയത്തിന്റെയും ഭീഷണിയുടെയും ശബ്ദങ്ങൾ ഉയരുന്നു. എന്നാൽ ഒരുപക്ഷെ യഥാർത്ഥ ചോദ്യം ഇതാണ്: യാഥാർത്ഥ്യത്തിൽ ഭീഷണി നമ്മുടെ വൈവിധ്യത്തിലാണോ, അതോ നമ്മെ ഒന്നാകുന്നതിൽ നിന്ന് തടയുന്ന നമ്മുടെ ചിന്താഗതിയുടെ അതിർവരമ്പുകൾക്കാണോ? ബാബാ സാഹിബ് എഴുതിയ നമ്മുടെ ഭരണഘടന നമുക്ക് 100 വ്യത്യസ്ത ഐഡന്റിറ്റികളല്ല നൽകിയത്. മാന്യരെ, അത് നമുക്ക് ഒരൊറ്റ ഐഡന്റിറ്റിയാണ് നൽകിയത്. അത് തുടങ്ങുന്നത് നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ എന്ന അമരമായ വാക്കുകളോടെയാണ്. നമ്മൾ ഹിന്ദുക്കളോ, നമ്മൾ മുസ്ലിങ്ങളോ, നമ്മൾ പഞ്ചാബികളോ, നമ്മൾ സിഖുകാരോ, നമ്മൾ തമിഴരോ എന്നല്ല അത് പറയുന്നത്. നമ്മൾ ഭാരതത്തിലെ ജനങ്ങളെന്നാണ്. അതുകൊണ്ട് ഇന്ന് ഭാരതത്തിന്റെ പാർലമെന്റിൽ ഇവിടെ നിൽക്കുമ്പോൾ ചരിത്രത്താൽ രൂപപ്പെട്ട ഒരു രാഷ്ട്രത്തെ മാത്രമല്ല ഞാൻ കാണുന്നത്, ഒരു കാഴ്ചപ്പാടിലൂടെ രൂപപ്പെട്ട ഒരു രാഷ്ട്രത്തെയാണ് ഞാൻ കാണുന്നത്. ഡോക്ടർ BR അംബേദ്കർ നമുക്കേവർക്കും നൽകിയ ആ കാഴ്ചപ്പാട്, വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും, വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നും, വ്യത്യസ്ത ഭാഷകളിൽ നിന്നുമുള്ള ആളുകൾ വെറുതെ മത്സരിക്കാൻ മാത്രമല്ല, മറിച്ച് സംഭാവനകൾ നൽകാൻ ഒന്നിച്ചു വരുന്ന ഒരു ഇന്ത്യ. വെറുതെ സഹവർത്തിത്വത്തിൽ കഴിയാൻ മാത്രമല്ല, തങ്ങളെക്കാൾ വലിയ ഒന്നിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു ഇന്ത്യ. അവസാനമായി ഈ വരികളോടെ ഞാൻ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. തടസ്സങ്ങൾ വന്നേക്കാം, വരട്ടെ. പ്രളയത്തിന്റെ കറുത്ത മേഘങ്ങൾ ചുറ്റും വളഞ്ഞോട്ടെ. പാദത്തിനടിയിൽ കറുത്ത കനലുകൾ ഉണ്ടാകട്ടെ. തലയ്ക്ക് മുകളിൽ അഗ്നിജ്വാലകൾ വർഷിക്കട്ടെ. സ്വന്തം കൈകളിൽ ചിരിച്ചുകൊണ്ട് തീ കൊളുത്തി മുന്നേറണം. നമ്മൾ ചുവടുകൾ ചേർത്ത് നടക്കണം. ചുവടുകൾ ചേർത്തു തന്നെ നടക്കണം. നന്ദി. ജയ് ഹിന്ദ്, ജയ് ഭാരത്.